നമസ്കാരം. അമേസിംഗ് റേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ പ്രസിഡൻ്റായ പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് വളരെ സുപരിചിതമായ ഒരു മുഖമാണ് ഗോപാൽജി. സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വളരെ സ്നേഹത്തോടെയും ഒരു ഗുരുതുല്യനായും ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം നമ്മുടെ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു വിഷയമാണ്. ചേട്ടൻ ഞങ്ങളെ ഫ്ലോർ സന്ദർശിച്ചു. നമ്മളും ആത്മീയതയും സനാതനധർമ്മവും ഒപ്പം ദേശീയതയും കൊണ്ടുപോകുന്നൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ഈ ചാനൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹം പോലെയാണ്. അനുഗ്രഹം പോലെ ചാനൽ തുടങ്ങിയതിൽ തീർച്ചയായിട്ടും 1 വർഷമായി ഞങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു വിഷയമാണ്. തിരുവനന്തപുരത്ത് മുരുക സംഗമം ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ കീഴിൽ വലിയൊരു സംഗമം നമ്മുടെ പൂജപ്പുര മൈതാനത്ത് നടക്കുകയാണ്, സരസ്വതി മണ്ഡപത്തിന് തൊട്ടടുത്ത്. എന്താണ് അങ്ങനെ ഒരു സംഗമം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ കാരണം? ഞങ്ങൾ കുറച്ച് നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നൊരു സംഗതിയാണ്. ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പ്രവർത്തകർ, അതുകൂടാതെ ഹിന്ദുധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും എല്ലാവരുമായിട്ട് വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. കാരണം തിരുവനന്തപുരം ഒരു മുരുക ഭക്തന്മാർ ധാരാളം ഉള്ള സ്ഥലമാണ്. ഇവിടെ കാവടികളും എന്തിക്കൊണ്ട് ധാരാളം ആൾക്കാർ പദയാത്രയായി ദൂരദേശങ്ങളിലേക്ക് പോകുന്നു, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്കുള്ള യാത്ര. കാരണം മുരുകൻ ഒരു വികാരമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അങ്ങനത്തെ ഒരു മുരുക ഭക്ത മഹാസംഗമം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കുറച്ച് നാളായി. ഈ അവസരത്തിൽ നമ്മൾ എവിടെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ പൂജപ്പുര മൈതാനം മുരുകനുമായി ഭഗവാനുമായി വളരെ ബന്ധമുള്ളതാണ്. തീർച്ചയായും അടുത്ത ബന്ധമുള്ള സ്ഥലമാണ്. അതും സരസ്വതിയും ദേവിയുമായി ബന്ധമുള്ള പ്രത്യേകിച്ച് അതൊരു പുണ്യപവിത്രമായ സ്ഥലമാണ്. അതെ, നവരാത്രി ദിവസങ്ങളിൽ ഭഗവാൻ അവിടെയാണ് ഇരുത്തുന്നത്. അപ്പം ആ മൈതാനം തന്നെ എടുത്തു. ഈ പ്രദേശത്ത് നമ്മൾ വേലി വെച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് വെറും ഒരു പരിപാടിയല്ല, ഇതിൻ്റെ പിന്നിലൊരു വലിയ ഭക്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംഘടനാ ശക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇത് ആ ശക്തി പ്രതീക്ഷിച്ചുകൊണ്ട്, അതായത് ധാർമ്മിക ശക്തി, അധാർമിക ശക്തിയല്ല. ഇന്നിപ്പോൾ ശക്തി എന്ന് പറയുന്ന സമയത്ത് ഗുണ്ടായുസും കാര്യങ്ങളൊക്കെ ആ ശക്തിയിൽ വരും. പക്ഷെ നമ്മൾ ധാർമ്മിക ശക്തിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തതും. അപ്പോൾ എന്ത് തീരുമാനിച്ചു? 6 പടയിൽ യാത്ര ചെയ്തുകൊണ്ട് അവിടെ ഒരു വേല് പൂജിച്ചു കൊണ്ടുവരാൻ നിശ്ചയിച്ചു. ഇവിടുന്ന് വേല് LMRKയുടെ ക്യാപ്റ്റൻ രജിത് ജി പൂജിച്ചു കൊടുത്ത വേല് ഇവിടെ നിന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തകർ ആ വേലുമായി 6 പടയിൽ യാത്ര ചെയ്തു. 6 പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങൾ. ആ വേല് കൊണ്ടുവന്ന് കൈമനത്തുള്ള ഒരു ശിവലിംഗ ഘോഷയാത്ര, അതേപോലെ തന്നെ പവിത്രമായൊരു മണ്ണാണ്. അവിടെ ശിവലിംഗത്തിൽ സ്വയം അഭിഷേകം ചെയ്യാം. ആ സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ള വേദിയിൽ കൊണ്ട് അത് പ്രതിഷ്ഠിച്ചു. ആ വേല അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആ വേലുമായിട്ടാണ് നമ്മൾ ഈ പൂജപ്പുരയിലേക്ക് 16-ാം തീയതി, ജനുവരി 16 മുതലാണ്, 16-ാം തീയതി ആ വേല് ഘോഷയാത്രയായി പൂജപ്പുര മൈതാനത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ്. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP സീറ്റ് പിടിച്ചു. അപ്പോൾ എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടായി. നമുക്ക് ഒരു കോണിൽ നിന്നും എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭാഗത്തൊന്നും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല മുരുക സംഗമങ്ങളും നടക്കുന്നുണ്ട്. രജിജിയുടെ കീഴിൽ നടക്കുന്നുണ്ട്. അത് അല്ലാതെ തന്നെ കൊടുങ്ങല്ലൂർ ഒരു മഹായാഗം കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ഹിന്ദുവിൻ്റെ ഒരു ഉണർവോ ഉയർത്തെഴുന്നേൽപ്പോ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വളർന്നു. അതിന് വളം ചെയ്തത് ആരാണ്? ഞാനൊരു കാര്യം പറയാം. 101 വർഷമായി ഭാരതത്തിൽ നിത്യേന നിയമേന മന്ത്രധ്വനി മുഴക്കിക്കൊണ്ട് കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആൾക്കാർ. അത് തുടങ്ങിയപ്പം വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അത് വളർന്ന് ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ഈ മന്ത്രം
ചൊല്ലുന്നു. കോടിക്കണക്കിന് ആൾക്കാർ, അതിന് ശക്തിയുണ്ട്. എൻ്റെ രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതെ അതെ. അതിനുവേണ്ടി എൻ്റെ ശരീരം പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ. അതിനുവേണ്ടി എനിക്ക് ശക്തി തരണമേ. അതെ. ധാർമ്മികമായ ശക്തിയാണ്. അതിനുവേണ്ടി എനിക്ക് സുശീലം തരണമേ. അപ്പോൾ സ്വഭാവശുദ്ധിയുള്ള ആൾക്കാർ ശക്തി സ്വീകരിച്ചുകൊണ്ട് ആ ലക്ഷ്യം എന്താണ്? പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ നിലയിലുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് 101 വർഷമായി. 100 കഴിഞ്ഞ് 101 വർഷമാണ്. ആ സംഘടന അത് ആഘോഷിക്കല്ല, ഇനിയും ഞങ്ങൾക്ക് പോകാനുണ്ട് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു വലിയ പ്രാർത്ഥന, അതൊരു ശക്തിയല്ലേ, ഒരു തപസ്സല്ലേ നടത്തുന്നത്. അതെ അതെ അതെ. ഇപ്പം ആളുകളുടെ ധാരണ എന്താ? കഴിഞ്ഞ 14 വർഷമായി, ഇല്ല 11 വർഷമായി ആണ് ഈ ശക്തി സമാഹരിച്ചെന്നല്ല. അല്ല, ഉറപ്പായിട്ടും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ ശക്തി സ്വീകരിച്ചത് ആവാഹിച്ചെടുത്തുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹവും നിത്യേന നിയമേന ഇതേ പ്രാർത്ഥന ചൊല്ലി വളർന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാം അദ്ദേഹത്തിന് ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്യാം, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും. അപ്പം ഇത് കാണുന്ന സമയത്ത് ധാരാളം ആൾക്കാർ, ഞങ്ങൾ അവരാരും തള്ളിപ്പറയല്ല, അവരെല്ലാവരും ഉൾക്കൊള്ളുന്നു. മുരുകഭക്ത സംഘം നടത്തുന്ന സമയത്ത് ഇവരൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഓർക്കേണ്ട കാര്യം, ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 1962 കാലഘട്ടങ്ങളിൽ രണ്ടാമത്തെ സർസംഖ്യയിലാകുന്ന പരംപൂജനീയ ഗുരുജി തമ്മിൽ ഒത്തുചേരാത്ത മഠങ്ങളെ എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുവന്നു, ഒരുമിച്ച് ആശ്രമങ്ങൾ ഒരുമിച്ച് കൊണ്ടുതന്നു. അന്നത്തെ പ്രമുഖ സംഘടനയുടെ നേതാക്കന്മാർ ഒരുമിച്ച് കൊണ്ടുവന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നതിന് ശേഷം വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് തന്നെ രൂപം കൊടുക്കാൻ തയ്യാറായി. ചിന്മയാനന്ദജി മുമ്പോട്ട് വന്നു, അദ്ദേഹം തന്നെ ആദ്യത്തെ പ്രസിഡൻ്റായി. അപ്പം ആ നിലയ്ക്കുള്ള പ്രവർത്തനം ഇപ്പം തുടങ്ങിയതല്ല, ആ കാലം മുതലേ തുടങ്ങി വന്നതിൻ്റെ അവസാനത്തെ ഒരു ഘട്ടത്തിയ സമയത്ത് സ്വാഭാവികമായും ഒരാൾ ആ നിലയ്ക്ക് ചിന്തിച്ച് വളർന്നു വന്ന തന്നെ ഒരാൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി തീർന്നു. ഇപ്പം നമ്മൾ കാണുന്നു ധാരാളം ആൾക്കാർ ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു, ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു. നല്ലതാണ്, ഇനി പരിശ്രമം വേണം. ഈ ശക്തി മുഴുവൻ ആവാഹിക്കപ്പെടണം. പക്ഷെ അത് അവർ ആ വഴികൾ മറക്കരുത്. ആ വഴികൾ അവരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ മറക്കരുതെന്നുള്ളത് അവരുടെ ഇഷ്ടം. അത് പക്ഷേ അവർ ചിന്തിക്കേണ്ടതാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു യാഗം കണ്ടോ ഒരു പൂജ കൊണ്ടോ അല്ല ഇത്. പലതരത്തിലുള്ള പല ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്നു വന്നത് ഇതേപോലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണല്ലോ. അതിലും സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാവരും ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നു. പക്ഷേ അതിൻ്റെ പിന്നിലും ഒരു വലിയ ശക്തി ആ സമയത്ത് ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നില്ലേ? കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ്. കർഷകരുടെ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ലേ? ഇത് തന്നെയല്ലേ തിരുവനന്തപുരത്തും നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇന്നത്തെ നമ്മളെല്ലാവർക്കും അറിയാം, പുതിയ ആൾക്കാർ ധാരാളം നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്കറിയുന്ന ആളാണ്. അദ്ദേഹം FCIയിലെ നല്ല ഉദ്യോഗസ്ഥനായിരുന്നില്ലേ? ആ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്താണ് ശബരിമല പ്രശ്നം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം മുന്നോട്ട് വന്നു. അതോടൊപ്പം തന്നെ ക്ഷാത്രവീര്യം ഉൾക്കൊള്ളുന്ന സന്യാസി ശ്രേഷ്ഠനായിരുന്നുള്ള ചെങ്കോട്ടോണം സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹം മുമ്പോട്ട് വന്നു. ആളുകൾ ഉയർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും യാത്ര ചെയ്യാൻ ഒരു കുമ്മനം രാജശേഖരനും എല്ലാം ഉണ്ടായ സമയത്ത് ആ ശബരിമല പ്രശ്നം അതിൻ്റെ മുന്നിൽ അവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടതായിട്ട് വന്നില്ലേ? അതുവരെ അരമനയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾ സന്യാസി ആശ്രമമായിരിക്കുന്ന ചെങ്കോട്ടോണം സ്വാമിയുടെ മുമ്പിലേക്ക് വരേണ്ടതായിട്ട് വന്നില്ലേ? സ്വാമിയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചില്ലേ? ഇതൊക്കെ നടന്നത് ഈ കേരളത്തിലാണ്. ഇവിടെ പാപ്പാവേദി വന്നു. ആ പാപ്പാവേദിക്കായിട്ട് വൻ സമരം നടന്നത് തിരുവനന്തപുരത്തുകാരല്ലേ സമരം നടത്തിയത്. അതിനുശേഷം നടന്ന ഹിന്ദു സംഗമങ്ങൾ, ശക്തി സംഗമങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. തിരുവനന്തപുരത്ത് ആദ്യം ഒരു മുരുക ഭക്ത സംഗമം കൊണ്ടല്ല ഈ ശക്തി ആവഹിച്ചത്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവസാനം നമ്മളെവിടെ എത്തി? ഹിന്ദുത്വ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ആളുകൾ, അത് ചെറുപ്പക്കാരായിരിക്കാം, അതിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല. ഇന്നും ഞാൻ കാണുന്നു വളരെ ഒരു വിഷമത്തോടെ ഇന്നത്തെ പത്രം നോക്കിയ സമയത്തും കണ്ട ഒരു കാഴ്ച,
മേയറാരായിരിക്കേണ്ട ചിന്തിച്ച ആൾക്കാർ, ആര് കൗൺസിലറായി ചിന്തിച്ച ആൾക്കാർ, എന്തിനിതെല്ലാം? അതെ. ഇവരുടെ ആരുടെയും കഴിവ് കൊണ്ടല്ലല്ലോ. അല്ല, എത്രയോ ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്ത് നടന്നു പോയി ഇന്ന് കാണുന്ന ഒരു സുഖസൗകര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തിരുവനന്തപുരം. അതെ, അത് ആ പ്രാർത്ഥന നമുക്ക് ഒരിക്കലും മറക്കാം. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. അതെന്നാ പറഞ്ഞത്. അതെ, അപ്പൊ അവരുടെ ഒരു വലിയ ശക്തിയില്ലേ ഇതിൽ. തീർച്ചയായും. അപ്പം അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിയല്ല, നിരവധി വ്യക്തികളുടെ അവരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഹിന്ദുത്വ ആശയം ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഭരിക്കുന്ന ഒരു മേയർ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ജയിച്ച ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹം മേയർ, കൊടുങ്ങല്ലൂർ വാർഡിൽ നിന്ന് മത്സരം ജയിച്ച ആൾ മേയറായി. ആ മേയറും ധാരാളം ത്യാഗം സഹിച്ച ആളാണ്. അതൊന്നും പറഞ്ഞില്ല. വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തും അല്ലാത്ത രാഷ്ട്രീയത്തിൽ അദ്ദേഹം വന്ന സമയത്തും എല്ലാം ധാരാളം ആൾക്കാർ സഹിച്ച കൂട്ടത്തിൽ ഇദ്ദേഹം സഹിച്ചിട്ടുണ്ട്. തീർച്ചയായും. അപ്പം അർഹനാണോ എന്ന് ചോദിച്ചാൽ അർഹനാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം അർഹതപ്പെട്ട കൈകളിലേക്കാണ് അത് എത്തി. അതാണ് വേണ്ടത്. അങ്ങനത്തെ അർഹതപ്പെട്ട കൈകളിലേക്കാണ് ഇത്തരം സ്ഥാനങ്ങൾ എത്തേണ്ടത്. പക്ഷെ അവരും ചിന്തിക്കേണ്ട കാര്യം ഞാനല്ല. പരമ്പൂജന ഗുരുജി എപ്പോഴും പറയേണ്ട മേനഹി തൂഹി എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറയും. അതേപോലെ ഞാനല്ല, നിരവധി ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്.